ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ കുറേ വീഡിയോസ് കണ്ട് എങ്ങനെ യൂട്യൂബിൽ വിജയിക്കാം, എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. എന്ന് പറയുക എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ ഇവിടെ പറയാം. യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിലെല്ലാവരും വിജയിക്കുന്നുണ്ടോ? ഇല്ല. ആരാണ് വിജയിക്കുന്നത്? നല്ല കോൺഫിഡൻസോടെ വീഡിയോ ചെയ്യുന്ന കുറച്ച് പേരെ അതിൽ വിജയിക്കുന്നുള്ളൂ. കാരണം ലോകത്തിലുള്ള എല്ലാവരും അതിൽ വിജയിക്കുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ കഴിവ് എന്ത്? ടീച്ചിങ് ആണോ, ഹെൽത്ത് ടിപ്സ് കൊടുക്കുന്നതാണോ, വ്ളോഗിങ് ആണോ, എന്താണെങ്കിൽ അത് നമ്മളിൽ 100% കോൺഫിഡൻസ് വേണം. രണ്ടാമത്തത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ വളരെയധികം വീഡിയോ ഇടുന്നതിനേക്കാളും നല്ലത് ആളുകൾക്ക് ഉപകാരമായ നല്ല 1-2 വീഡിയോ ഇട്ടിട്ട് നമ്മൾ നോക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. ആ ഇടുന്ന കാര്യം തന്നെ നമ്മൾ നല്ല കോൺഫിഡൻസോടെ, നല്ല ശബ്ദത്തോടെ, നല്ല വിഷയത്തോടെ വ്യക്തമാക്കി നമുക്ക് മറ്റുള്ള മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം. മൂന്നാമത്തതാണ് കൺസിസ്റ്റൻസി. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു ദിവസം ഉത്സാഹത്തോടെ തുടങ്ങിയിട്ട് പിന്നെ പെട്ടെന്ന് എല്ലാവരും നിർത്തും. ഞാനും അങ്ങനെ നിർത്തിയ ആളാണ്, വീണ്ടും തുടങ്ങിയതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ആഴ്ചയിൽ 2-3 വീഡിയോ, നല്ല കണ്ടൻ്റ് ഉള്ള വീഡിയോ ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കാം. പിന്നെ വേണ്ടത് തമ്പനെയിൽ ആൻഡ് ടൈറ്റിൽ. ആദ്യം ആൾക്കാർ കാണുന്നത് അതിൻ്റെ ടൈറ്റിലായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഇംപ്രസ്ഡ് ആക്കി മറ്റുള്ളവരെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അപ്പോൾ നല്ല വ്യക്തമായ തലക്കെട്ടും എന്താ പറയുക തമ്പനെയിലും കൊടുത്തിട്ട് നമുക്ക് മറ്റുള്ള ഓഡിയൻസിനെ ആകർഷിക്കാൻ പറ്റും. പിന്നെ അത് വേണ്ടതാണ് ഓഡിയൻസ് കണക്ഷൻ. നമ്മളൊരു ക്യാമറയോട് സംസാരിക്കുമ്പോൾ അതൊരു മെഷീനല്ല, നമ്മുടെ ഒരു ഫ്രണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സംസാരിക്കാം. ഫ്രീ ആയിട്ട്, വലിയ ആക്ഷനോ എന്താ പറയുക ആക്ടിങ്ങോ ഒന്നുമില്ലാതെ നല്ല ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കാം. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? വളർച്ചയാണ് വേണ്ടത്. അതിന് കുറച്ച് സമയമെടുക്കും. ഇന്നിപ്പോൾ 10 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നാളെ അത് 100 ആകും, ഒരിക്കലും അത് 1000 ആകും. അപ്പോൾ ക്ഷമയും പരിശ്രമമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാനും എന്താ പറയുക യൂട്യൂബ് തുടങ്ങി. അപ്പോൾ ഞാനും തീരെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ആരുമില്ല, ഒരാൾ പോലും ഇല്ല. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിലോ അങ്ങനെ ഫ്രണ്ട്സിനോട് ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യം തുടങ്ങിയതൊക്കെ അവരോടൊക്കെ പറഞ്ഞു. അവരെല്ലാം എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തു, പക്ഷേ ആരും വീഡിയോ കാണാറൊന്നുമില്ല. അങ്ങനെ ഞാൻ രണ്ടാമത് തുടങ്ങി, ആരോടും പറയാതെ. അങ്ങനെ തുടങ്ങിയതാണ് ഈ ചാനൽ. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ എന്താ പറയുക യൂട്യൂബ് സെർച്ച് ചെയ്തു, എങ്ങനെ വീഡിയോ ഇൻക്രീസ് ചെയ്യാം, വ്യൂസ് ഇൻക്രീസ് ചെയ്യാം, സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത് നോക്കി. അതിൽ കുറേ വീഡിയോസിൽ കണ്ട് എന്താ പറയുക വേറെ വീഡിയോസിൻ്റെ കമൻറ്റിൽ പോയിട്ട് നമുക്ക് മുന്നേറാം, ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റ്സ് കണ്ട് അതിൽ ഞാനും കുറേ ലൈക്ക് ചെയ്തു, ഞാനും കമൻറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. 8-9 സബ്സ്ക്രൈബേഴ്സ്, അതിൽ കൂടുതലില്ല കേട്ടോ, ഇപ്പോൾ അത്ര തന്നെയുള്ളൂ. അപ്പോൾ അവരെ വെച്ചിട്ടാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. എനിക്ക് നാളെ സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നുള്ളൊരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ആ ഒരു കോൺഫിഡൻസാണ്. നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ചുറ്റിലും, നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫാമിലിയിലും ഫ്രണ്ട്സ് സർക്കിളിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും തളരാതെ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻ്റായിട്ട് പറയാം, നമ്മളെ അഭിപ്രായങ്ങൾ നമുക്ക് ഓഡിയോ ആയിട്ടിടാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ ആരും എന്താ പറയുക ചെറിയ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങുക. കുഞ്ഞു കുഞ്ഞു ചാനലിനെ വളരാൻ നമ്മൾ തന്നെ മുന്നോട്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോയി വലിയ എന്താ പറയുക നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവരെയും എല്ലാ കുഞ്ഞു കുഞ്ഞു ചാനലുകളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വിജയയാത്ര നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 100 ഉള്ളത് 1000, 1000 ഉള്ളത് 10,000, അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.
പിന്നെ സെലിബ്രിറ്റീസിനെ ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ചാനലുകളെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഞാനും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ.